വീരനെന്ന് തന്നെ പൊക്കിയടിക്കാൻ ചിത്രഗുപ്തൻ എന്ന വ്യാജ പേരിൽ ലൈഫ് ഓഫ് ബാരിസ്റ്റർ സവർക്കർ എന്ന ആത്മകഥ എഴുതിയ വി.ഡി. സവർക്കറുടെ വീരസ്യപ്പറച്ചിലിനെ പൊളിച്ചടുക്കി മുതിർന്ന മാധ്യമ പ്രവർത്തകനും വാജ്പേയി മന്ത്രിസഭയിലെ പ്രധാന അംഗവുമായ അരുൺ ഷൂരി രംഗത്ത് വന്നത് കോളാമ്പി സംഘികളുടെ മുഴുവൻ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. വീര സവർക്കറിനെ കുറിച്ചുള്ള തന്റെ വരാനിരിക്കുന്ന പുസ്തകം ദ ന്യൂ ഐക്കൺ സവർക്കർ ആൻഡ് ദ ഫാക്ട്സ് എന്ന പുസ്തകത്തെ ആധാരമാക്കി നടത്തിയ അഭിമുഖത്തിനിടയിലാണ് അരുൺ ഷൂരി തന്റെ അനുയായികളെ ഞെട്ടിക്കുകയും വിമർശകരെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കരൺ താപ്പറുമായി നടത്തിയ അഭിമുഖത്തിൽ സവർക്കർ പശുവിനെ ആരാധിക്കുന്ന ആളായിരുന്നില്ലെന്നും ബീഫ് കഴിക്കുന്നതിന് എതിരായിരുന്നില്ലെന്നും പുസ്തകം സ്ഥാപിക്കുന്നുണ്ടെന്ന് അരുൺ ഷൂരി വ്യക്തമാക്കി. യുക്തിവാദിയായിരുന്ന സവർക്കർ ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അവമതിപ്പോടെയാണ് കണ്ടത്. കുതിരയോ കഴുതയോ നായയോ പോലെ ഒരു സാധാരണ മൃഗം മാത്രമാണ് പശു എന്നാണ് സവർക്കർ വിശ്വസിച്ചിരുന്നത്. പശുവിനെ കൊണ്ട് കൂടുതൽ ഉപകാരമുള്ളതുകൊണ്ട് അതിനെ സവിശേഷമായി പരിപാലിക്കാം, പക്ഷേ ഒരിക്കലും പൂജിക്കരുത് എന്നായിരുന്നു സവർക്കർ പറഞ്ഞത്. ഗോപാലനാവാം, ഗോപൂജനാവരുത് എന്ന് സവർക്കർ തറപ്പിച്ചു പറഞ്ഞു. ഗോമൂത്രത്തിനും ചാണകത്തിനും ഒരു ഔഷധ മൂല്യവും ഇല്ലെന്നും അഥവാ അത് ഏതെങ്കിലും രോഗത്തിന് ശമനമുണ്ടാക്കുന്നുവെങ്കിൽ അത് എങ്ങനെയാണ് പുണ്യമാവുന്നത് എന്നും സവർക്കർ ചോദിച്ചു. ഗോമൂത്രം പാനം ചെയ്യുന്നതിനെതിരെയും ചാണകം ഭക്ഷിക്കുന്നതിനെതിരെയും എഴുതിയ ലേഖനങ്ങൾ മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്ന് ആരോപിച്ച് അവ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടവരോട് ഹിന്ദുമതത്തെ യഥാർത്ഥത്തിൽ കളങ്കപ്പെടുത്തുന്നത് നിങ്ങളെപ്പോലുള്ള വിഡ്ഢികളാണെന്നും ആരോപിച്ച സവർക്കർ അത്തരം ആചാരങ്ങൾ നിരോധിക്കുകയാണ് വേണ്ടതെന്നും തിരിച്ചടിച്ചു. ഗോമാതാവിന്റെ മൂത്രം കുടിക്കുന്നവരോടും ചാണകം ഭുജിക്കുന്നവരോടും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മാതാവിന്റെ മൂത്രം കുടിക്കുകയോ മലം ഭക്ഷിക്കുകയോ ചെയ്യാത്തതെന്ത് എന്ന ചോദ്യം പോലും സവർക്കർ ചോദിച്ചിട്ടുണ്ട്. തുടർന്ന് ഒരു കൊല്ലം തുടർച്ചയായി തന്റെ നിലപാടുകൾ ആവർത്തിച്ചുറപ്പിക്കുന്ന ലേഖനങ്ങൾ സവർക്കർ എഴുതിയെന്നും ഷൂരി വ്യക്തമാക്കി. തുടർന്ന് ഷൂറി തന്റെ പുസ്തകത്തിൽ സവർക്കറെ കുറിച്ചും അദ്ദേഹത്തിന്റെ വീരകൃത്യമായി ഘോഷിക്കപ്പെട്ട കപ്പലിൽ നിന്നുള്ള തടവുചാട്ടത്തെക്കുറിച്ചും പാഠഭേദം അവതരിപ്പിക്കുന്നുണ്ട്. തടവ് പുള്ളി എന്ന നിലയിൽ ലണ്ടനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്രാമധ്യേ ഫ്രാൻസിലെ മാർസെയിൽസ് തുറമുഖത്ത് നങ്കൂരമിട്ട കപ്പലിന്റെ പീരങ്കിത്തുളയിലൂടെ അലകടലിലേക്ക് ചാടി തിരമാലകളോട് പോരാടി കരക്കണഞ്ഞ സവർക്കർ പിന്നീട് പിടിയിലാകുന്നതാണ് പ്രചരിപ്പിക്കപ്പെട്ട കഥ. 1909 ജൂലൈ 17 നടന്നതെന്ന് പ്രചരിപ്പിക്കപ്പെട്ട ആ കഥയെയും പരിഹസിക്കുന്നുണ്ട് ഷൂരി തന്റെ പുസ്തകത്തിൽ. ആകെ 10-12 അടി മാത്രം കരയിൽ നിന്ന് ദൂരമുള്ള നങ്കൂരമിട്ട ആവിക്കപ്പലിൽ നിന്ന് കാവൽക്കാരുടെ കണ്ണുവെട്ടിച്ച് സവർക്കർ ചാടി എന്നത് നേരാണ്. പക്ഷേ കരയിലെത്തുമ്പോഴേക്കും തന്നെ കൂടെ ചാടിയ പോലീസ് തീരത്തെത്തുന്നതിന് മുമ്പ് തന്നെ സവർക്കറെ പൊക്കി വീണ്ടും കപ്പലിലാക്കി എന്നാണ് ഷൂരി തന്റെ അഭിമുഖത്തിൽ പറയുന്നത്. ഈ കഥയിലെ യഥാർത്ഥ വസ്തുത 1956 ബോംബെ സർക്കാർ ആധികാരികമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും ഷൂരി വ്യക്തമാക്കി. സുഭാഷ് ചന്ദ്രബോസിനെയും മഹാത്മാഗാന്ധിയെയും കുറിച്ച് അദ്ദേഹം പറഞ്ഞതെല്ലാം പച്ച നുണയാണ് എന്നാണ് അഭിമുഖത്തിൽ ഷൂരി പറയുന്നത്. 1908 ലണ്ടനിൽ ഗാന്ധിജിയും ഞാനും ഒരുമിച്ച് സുഹൃത്തുക്കളായി ജീവിച്ചു എന്ന് സവർക്കർ പറഞ്ഞത് ഏറ്റവും വലിയ കളവാണ്. ആ സമയത്ത് ഗാന്ധി ലണ്ടൻ നഗരത്തിൽ പോലും ഇല്ലായിരുന്നുവെന്നും ഷൂരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഗാന്ധി ലണ്ടനിലെ ഇന്ത്യ ഹൗസിൽ ഒറ്റ രാത്രി മാത്രമാണ് താമസിച്ചതെന്നും അത് 1906 ഷൂരി സ്ഥാപിക്കുന്നുണ്ട്. പിന്നീട് ഗാന്ധി ഇന്ത്യ ഹൗസിൽ ചെല്ലുന്നത് 1909 മാത്രമാണെന്നും ഷൂരി പറയുന്നു. ഗാന്ധിയെ സഞ്ചരിക്കുന്ന പ്ലാഗ് എന്ന് ദുഷിച്ചിരുന്ന സവർക്കർ ഗാന്ധിയും താനും സുഹൃത്തുക്കളായിരുന്നു എന്ന് പറയുന്നത് തന്നെ ഇരട്ടത്താപ്പാണ്. അഭിമുഖത്തിൽ ഷൂരി പൊളിച്ചെടുക്കുന്ന മറ്റൊരു കളവ് സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിൽ നിന്നും രക്ഷപ്പെടാനും ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കാനും ഹിന്ദുസ്ഥാന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനും താൻ സുഭാഷിന് ഉപദേശിച്ചുവെന്ന് സവർക്കർ അവകാശപ്പെട്ടതിനെ ഷൂരി തള്ളിക്കളയുന്നു. സവർക്കർ അത് പറഞ്ഞതിന് 2 വർഷം മുമ്പ് തന്നെ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെന്നും ഷൂരി വ്യക്തമാക്കി. ഹിന്ദു മഹാസഭയെ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്കും വാർ കൗൺസിലിലേക്കും ഉൾപ്പെടുത്താൻ ബ്രിട്ടീഷ് വൈസ്രോയിയായിരുന്ന ലില്ലിത്കോ പ്രഭുവിനോട് സവർക്കർ യാചിച്ചു എന്നും കോൺഗ്രസ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന സമയത്ത് ഡൊമിനിയൻ പദവി സ്വീകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് സവർക്കർ പറഞ്ഞതായി പുസ്തകം പറയുന്നു. 50 മിനിറ്റോളം ദൈർഘ്യമുള്ള അഭിമുഖം ദി വയറാണ് പ്രസിദ്ധീകരിച്ചത്. ആ അഭിമുഖത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്. നമസ്കാരം.